ഇന്ന് ഉച്ചത്തേക്കുള്ള സ്പെഷ്യലിന് ഒരു നല്ല അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പച്ചമാങ്ങ കാണാൻ തന്നെ ഒരു ആപ്പിൾ പോലെ ഇല്ലേ, ഇതാ ശരിക്കും ആപ്പിൾ പോലെ തന്നെയാണ് കേട്ടോ. ഞാൻ കടിച്ചു നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്. അധികം പുളിയൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. നല്ല കറുമുറുന്നുണ്ടായിരുന്നു. ഏതായാലും ഞാൻ കുറച്ച് പച്ചമാങ്ങ കൂട്ടി ഒരു ചമ്മന്തി പൊടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ഇന്ന് പച്ചമാങ്ങ ഇട്ട് വയ്ക്കാൻ പറ്റിയ പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. മെയിനിലായിരുന്നു പച്ചക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം പിന്നെ ഒരു ചമ്മന്തി ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് തേങ്ങയും കുറച്ച് പച്ച മാങ്ങ കട്ട് ചെയ്തു. പിന്നെ കുറച്ച് കാന്താരി മുളക്, നല്ല പച്ച, ഇവിടെ തൊടി നിറയെ കാന്താരി മുളകുണ്ട്. കാന്താരി മുളകും പിന്നെ കുഞ്ഞുള്ളിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു ചമ്മന്തി അരച്ചു. പിന്നെ ചോറിൻ്റെ കൂടെ കഴിച്ചു കേട്ടോ. ചോറും പിന്നെ ഇന്ന് പരിപ്പും തക്കാളിയും വെണ്ടയും ഒക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ചൊരു കറിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു പച്ചമാങ്ങ ചമ്മന്തിയും പിന്നെ കോഴിമുട്ട ചിക്കി പെറുക്കിയെടുത്തതാണ് കേട്ടോ. കൂടെ പപ്പടം ഉണ്ടായിരുന്നു. പക്ഷേ ആ പപ്പടത്തിന് പകരം ഒരു ഉണക്കമീനായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഈ കറിയോ ഈ കോഴിമുട്ടയോ ഒന്നും വേണ്ടിയിരുന്നു. ഈ ഒരു പച്ചമാങ്ങ ചമ്മന്തിയും ഒരു ഉണക്കമീനും ആയിരുന്നെങ്കിൽ ഞാൻ ആ ചോറ് മുഴുവൻ കുറച്ചും കൂടെ ചോറെടുത്തേനെ. ഇതിപ്പോൾ ഇത്രയും തന്നെ കൂട്ടിയിട്ട് കുറച്ചും കൂടെ ചോറ് എന്നാന്ന് തോന്നി. പക്ഷേ ഞാൻ ഇതെല്ലാം കൂടെ ഒതുക്കി. ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുമെന്ന് പറഞ്ഞ പോലെ ചോറ് കൂടുന്തോറും തടിയും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയൊക്കെ മതിയെന്ന് വിചാരിച്ചു കേട്ടോ. ഏതായാലും ഇന്നത്തെ സ്പെഷ്യലുകൾ ഇതൊക്കെയാണ് കേട്ടോ. ഈ ഒരു കറിയും ഈ ഒരു ചോറും ഇതൊക്കെ മാത്രം മതി കേട്ടോ. ഇതിൽ അത്യാവശ്യം പ്രോട്ടീനും ഉണ്ട്. കോഴിമുട്ടുള്ളത് കാരണം പ്രോട്ടീനും ഉണ്ട്. പിന്നെ വൈറ്റമിൻസും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെ മതി. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ഉച്ചത്തെ ലഞ്ച്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.